ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ചെറിയ കുട്ടികൾക്ക് ആധാർ എടുക്കാൻ നമുക്ക് എന്തെല്ലാം രേഖകൾ വേണം നമുക്ക് നോക്കാം. കുട്ടികൾക്ക് ആധാർ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് അവരുടെ ജനന സർട്ടിഫിക്കറ്റാണ്. അതും പേര് ചേർത്ത് ജനന സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പേര് ചേർക്കാതെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഉണ്ട്. പല ആളുകളും ചിലപ്പോൾ അവരുടെ കയ്യിൽ പേര് ചേർക്കാതെ ജനന സർട്ടിഫിക്കറ്റുമായിട്ട് വരലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്ന് വേണ്ടത് കുട്ടിയുടെ പേര് ചേർത്ത ജനന സർട്ടിഫിക്കറ്റാണ്. രണ്ടാമത് വേണ്ടത് കുട്ടിയുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആധാർ കാർഡാണ്. രണ്ടാളുടെ ആധാറും ആവശ്യമില്ല, ഏതെങ്കിലും ഒരാളുടേത് മതി. കുട്ടിയെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെ ഉള്ളത് മാതാവാണെങ്കിൽ മാതാവിൻ്റെ ആധാർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിക്ക് ആധാർ എടുത്തു കൊടുക്കാം. അതല്ല, പിതാവാണ് കുട്ടിയുടെ കൂടെ വന്നിട്ടുള്ളതെങ്കിൽ പിതാവിൻ്റെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിക്ക് പുതിയ ആധാർ എടുത്തു കൊടുക്കാം. പക്ഷെ കുറച്ച് നിബന്ധനകളുണ്ട്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പിതാവാണ് വരുന്നത് എങ്കിൽ, കുട്ടിയുടെ ഫാദറാണ് വരുന്നത് എങ്കിൽ എന്തായാലും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സും കുട്ടിയുടെ ഫാദറിൻ്റെ അഡ്രസ്സും എന്തായിരിക്കും, മിക്കവാറും ഒരുപോലെ തന്നെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. അതേസമയം കുട്ടിയുടെ മാതാവാണ് വരുന്നതെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അവരുടെ ആധാർ കാർഡിൽ, കുട്ടിയുടെ മാതാവിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ ആധാർ കാർഡിലെ അഡ്രസ്സ് ഒരു പക്ഷേ അവരുടെ പിതാവിൻ്റെ അഡ്രസ്സായിരിക്കും. അതായത് അവരെ വീട്ടിലത്തെ സ്വന്തം വീട്ടിലെ അഡ്രസ്സായിരിക്കും എന്നർത്ഥം. ചില ആളുകൾ, എല്ലാവർക്കും അങ്ങനെയല്ല, ചില ആളുകളൊക്കെ ഇപ്പോഴും ഒന്ന് രണ്ട് കുട്ടികളായിട്ടും അവരുടെ ഇവരെ ആധാർ കാർഡ് ഇപ്പോഴും അവരുടെ സ്വന്തം വീട്ടിലെ അഡ്രസ്സിലാണ്, മേൽവിലാസത്തിലാണുള്ളത്. അവർ മാറ്റിയിട്ടില്ല, ഭർത്താവിൻ്റെ അഡ്രസ്സിലേക്ക് മാറ്റിയിട്ടില്ല. അങ്ങനെ വരുമ്പോഴൊരു കുഴപ്പം എന്താ വെച്ചാൽ, കുട്ടിക്ക് ആധാർ എടുക്കുക പ്രശ്നങ്ങളൊന്നുമില്ല, ആധാർ കിട്ടുകയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ, ഈ കുട്ടികൾക്ക് ആധാർ എടുക്കുമ്പോൾ അതിൻ്റെ നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സല്ല അടിക്കുക. അത് UID പറയുന്നത് മാതാവാണ് വരുന്നതെങ്കിൽ മാതാവിൻ്റെ ആധാറിൽ ഏതാണോ അഡ്രസ്സ്, മേൽവിലാസം, ആ അഡ്രസ്സാണ് കുട്ടിയുടെ ആധാറിൽ വരിക എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ. അപ്പോൾ പിതാവാണ് കൂടെ വരുന്നതെങ്കിൽ പിതാവിൻ്റെ ആധാറിൽ ഏത് അഡ്രസ്സാണ്, ആ അഡ്രസ്സാണ് കുട്ടിയുടെ ആധാറിൽ വരിക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിക്കവാറും കുട്ടിയുടെ പിതാവാകുമ്പോൾ കുട്ടിയുടെ ബർത്തിലും ബർത്ത് സർട്ടിഫിക്കറ്റിലും ഫാദറിൻ്റെ ആധാറിലും സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കും. കുട്ടിയുടെ മദർ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം, കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യുക, അവരോട് പറയും കുട്ടിക്ക് ആധാർ നമ്മൾ എടുത്ത് തരാം, പക്ഷേ പ്രശ്നം ഇതാണ്, നിങ്ങളെ ആധാറിലുള്ള നിങ്ങളെ സ്വന്തം വീട്ടിലുള്ള അഡ്രസ്സിലേക്കാണ് ആധാർ പോവുക, ആ അഡ്രസ്സായിരിക്കും കുട്ടിയുടെ ആധാറിൽ വരിക എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ചെയ്യും, കുട്ടിക്ക് ആധാർ എടുക്കണമെങ്കിൽ എന്നാൽ നിങ്ങളെ ആധാറിലെ അഡ്രസ്സ് മാറ്റിക്കൊള്ളി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ, മാരേജ് സർട്ടിഫിക്കറ്റോ പാസ്പോർട്ട് വോട്ടർ ID ഇങ്ങനെ ഇതുമായി മാച്ചുള്ള എന്തെങ്കിലും അവരെ കറക്റ്റ് അഡ്രസ്സുള്ള രേഖ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം കുട്ടിയുടെ മാതാവിൻ്റെ ആധാറിലെ അഡ്രസ്സ് മാറ്റിയതിന് ശേഷമാണ് കുട്ടിക്ക് ആധാർ എടുത്ത് കൊടുക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു നിബന്ധന. രണ്ടാമത് വരുന്ന വളരെ കർക്കശമായ നിബന്ധന അടുത്തത്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവാണ് വരുന്നതെങ്കിൽ പിതാവിൻ്റെ പേര് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും പിതാവിൻ്റെ ആധാറിലും ഒരുപോലെ ആയിരിക്കണം. ഇപ്പം ഞാൻ ഒന്ന് തെളിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുട്ടിക്കാണ് ആധാർ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് അബ്ദുൽ സലാം V എന്നാണ്. എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊക്കെ അബ്ദുൽ സലാം V എന്നാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് ആധാർ എടുക്കണമെങ്കിൽ എൻ്റെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അബ്ദുൽ സലാം V എന്നാവണം. മാത്രമല്ല എൻ്റെ ആധാറിലും അബ്ദുൽ സലാം V എന്ന് തന്നെ വേണം. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അബ്ദുൽ സലാം V, എൻ്റെ ആധാറിൽ അബ്ദുൽ സലാമിൻ്റെ എക്സ്പാൻഷൻ അബ്ദുൽ സലാം വിളഞ്ഞിപ്പുലാൻ, അല്ലെങ്കിൽ ഒരിടത്ത് V ആണ് ഒരിടത്ത് VP ആണ്, ഇതൊന്നും പറ്റൂല. രണ്ടും മാച്ച് ആയിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോൾ മാതാവിനും ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധന ബാധകമാണ്. ഇപ്പം മാതാവിൻ്റെ പേര് ഇപ്പം നുസൈബ MK എന്നാണെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും നുസൈബ MK എന്ന് തന്നെ വേണം. അതുപോലെ തന്നെ മാതാവിൻ്റെ ആധാറിലും നുസൈബ MK എന്ന് തന്നെ വേണം. ഒരിടത്ത് M ആണ്, ഒരിടത്ത് MK ആണ്, ഒരിടത്ത് 3 ഖണ്ഡത്തിലാണ്. ഇങ്ങനെ ആകുമ്പോൾ ഒരിക്കലും നമുക്ക് ആധാർ എടുക്കാൻ കഴിയില്ല. ഇത് ചെക്ക് ചെയ്യും, ഇത് ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആധാറിന് എൻറോൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ നിബന്ധന പല ആളുകൾക്കും അറിയില്ല. കുട്ടികൾക്ക് ആധാർ എടുക്കണമെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, കുട്ടിയും കൊണ്ടുവരും, ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും, അവരുടെ കയ്യിൽ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ ആധാർ ഉണ്ടാവും. പിന്നെ ചില ആളുകൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്നത് ആരായിരിക്കും, മദറായിരിക്കും. കാരണം കുറേ ആളുകൾ കുട്ടികളുടെ പിതാക്കന്മാർ ഫാദറൊക്കെ ഗൾഫിലായിരിക്കും, വിദേശത്തായിരിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ടും അംഗൻവാടിയിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കുട്ടിയുടെ ആധാർ ഇത്ര ദിവസം കൊണ്ട് പെട്ടെന്ന് ഇവിടെ സ്കൂളിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഭക്ഷണം കിട്ടൂല, ഇങ്ങനെ പല കേസും വരലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് ആധാർ എടുക്കണമെങ്കിൽ ഫാദറിൻ്റെ ആധാറാണ് കയ്യിലുണ്ടാവുക, മദറിൻ്റെ ആധാർ ചിലപ്പോൾ കയ്യിൽ ഉണ്ടാവില്ല. എന്നിട്ട് ഇവർ ഈ ആധാർ വെച്ച് കുട്ടിക്ക് ആധാർ എടുക്കാൻ പറയും. നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഒന്ന്, ഈ കുട്ടികൾക്ക് ആധാർ എടുക്കുന്ന സമയത്ത് അവസാനമായി 2 ആൾ ഫിംഗർ വെക്കണം. ഈ 2 ആൾ എന്ന് പറയുന്നത് ഒന്ന് ഓപ്പറേറ്ററാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആധാർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ആധാർ എടുക്കുന്ന ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഓപ്പറേറ്റർ, ആധാർ ഓപ്പറേറ്റർ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നർത്ഥം. ആ ഓപ്പറേറ്റർ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലാസ്റ്റ് ഫിംഗർ വെക്കണം. അതാരെ വെക്കുന്നത്? ആരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആധാർ എടുത്തിട്ടുള്ളത്. ഉദാഹരണം പറയാം, മാതാവാണെങ്കിൽ മാതാവിൻ്റെ ഫിംഗർ അവിടെ വെക്കണം, പിതാവാണെങ്കിൽ പിതാവിൻ്റെ ഫിംഗർ അവിടെ വേണം, മെഷീനിൽ വെക്കണം. അപ്പോൾ പിതാവ് വിദേശത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിതാവിൻ്റെ ആധാർ കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് ആധാർ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം പിന്നെ പിതാവിൻ്റെ ഫിംഗറോടെ നമുക്ക് വെക്കാൻ കഴിയില്ലല്ലോ, ലഭ്യമല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആരെ വരുന്നു അവരെ ആധാർ തന്നെ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വളരെ ചുരുക്കത്തിൽ അവൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് ചെറുതായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. അപ്പോൾ കുട്ടികൾക്ക് ആധാർ എടുക്കണമെങ്കിൽ ഒന്ന് പേര് ചേർത്ത ജനന സർട്ടിഫിക്കറ്റ് വേണം, രണ്ടാമത് മാതാവിൻ്റെ ആധാറാവാം പിതാവിൻ്റെ ആധാറാവാം, 2 ആൾ ആധാറും വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി. പക്ഷേ ആര് ആധാറാ കൊണ്ടുവരുന്നതും അത് ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലുള്ള പേരും മാതാവിൻ്റെതാണെങ്കിൽ മാതാവിൻ്റെ പേരും രണ്ടിലും ഒരുപോലെ തന്നെ മാച്ചായിരിക്കണം. പിതാവാണ് വരുന്നതെങ്കിൽ പിതാവിൻ്റെ ആധാറും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ആധാർ പിന്നെ പേരും ഒരുപോലെ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് പറയാനുള്ളത്, കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ ആധാറുമായിട്ട് ജനന സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സുമായിട്ട് കുട്ടിയുടെ ആധാറിന് ഒരു ബന്ധവുമില്ല. ജനന സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് അല്ല കുട്ടിയുടെ ആധാറിൽ നമ്മൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്യുക. അതായത് മാതാവിൻ്റെ ആരാണ് എടുക്കാൻ വരുന്നത്, കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ആരാണ്, മാതാവിൻ്റെ അഡ്രസ്സ് ആധാറിലെ അഡ്രസ്സാണെങ്കിൽ ആ അഡ്രസ്സാണ് കുട്ടിയുടെ ആധാറിൽ വരുള്ളൂ. പിതാവിൻ്റെ ആധാറിൽ ഏത് അഡ്രസ്സാണെങ്കിൽ ആ അഡ്രസ്സാണ് കുട്ടിയുടെ പിന്നെ ആധാറിൽ വരുള്ളൂ. ഒരിക്കലും ജനന സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് കുട്ടിയുടെ ആധാറിൽ വരികയില്ല. ഇത് കുറേ ആൾക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വൈഡായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മറ്റൊരു ഇൻഫർമേഷനുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വത്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.